ഇനി അടുത്തതായിട്ട് സമ്മാനപ്പാട്ടാണ്. സമ്മാനപ്പാട്ടായിട്ട് നമുക്ക് മഹാഭാരതത്തിലും രാമായണത്തിലും കുറച്ച് വരികൾ മഹാഭാരതം പാടാം. അപ്പോ അടിയൻ വന്നു, ഈ പാട്ട് പാടി ഭഗവതിയെ സൂചിച്ചു. ഇനി ഒരു സമ്മാനപ്പാട്ടാവാം. ഇരുന്നു ധർമ്മേകം പറഞ്ഞു വന്നേരം ഇവിടെ എങ്ങാനോ ജലമതുണ്ടെങ്കിൽ ധാർമ്മേകൻ പറഞ്ഞു വന്നേരം ഇവിടെ എങ്ങാനു ജലമതു. അങ്ങനെ ഇരുന്നു ധർമ്മേകൻ പറഞ്ഞു വന്നേരം ഇവിടെ എങ്ങാനോ ജലമതുണ്ടെങ്കിൽ ഇവിടെ എങ്ങാനു ജലമതു ഉണ്ടെങ്കിൽ തരുക കൊണ്ടുവന്നു എനിക്കു. ഇവിടെ എങ്ങാനോ ജലമതുണ്ടെങ്കിൽ തരുവാ കൊണ്ടുവന്ന് എനിക്ക് വാഴ്വതേ. ഇവിടെ എങ്ങാനു ജലമതു ഉണ്ടെങ്കിൽ തരുക കൊണ്ടുവന്നു എനിക്കു വാഴ്വതേ. തമലാപാത്രവും എടുത്തു വീമനും തെരുവു കണ്ടോടം തെരവത്തുമായി പാത്രവും എടുത്തു കണ്ടോട ജലമതു. അങ്ങനെ തെരുവു കണ്ടോടം തെരവതുമായേ സംഭാ നദിയിലെ പൊയ്യ കണ്ടല്ലോ. അമ്മാ നദിയിലു തെലുഗു കണ്ടോടെ തെരുവു കണ്ടോണം തെരവതുമായേ അമ്പാ നദിയിലെ പൊയ്യ കണ്ടല്ലോ. അങ്ങനെ അന്താരം പക്ഷി വന്നു പൊയ്യ തന്നില് ഇറങ്ങി വീമനോ തമലാപാത്രത്തിൽ ജലമതോ മുക്കേ. ഇറങ്ങി ഭീമനോ അങ്ങനെ തമലാപാത്രത്തിൽ ജലമതോ മുക്കേ അന്താരം പക്ഷി വന്നു ചൊല്ലുന്നേ. പാത്രത്തിൽ ജലമതു പക്ഷി വന്നു അങ്ങനെ അന്താരം പക്ഷി വന്നു ചൊല്ലുന്നേ. മൂക്കല്ലേ വിഷമാണേ ജലം അന്താരം വിഷമാണേ മൂക്കല്ലേ വിഷമാണേ ജലം ചൊല്ലു കൂടാതെ ജലം അതോ മുക്കേ. വിഷമാണേ ചൊല്ലു കൂടാതെ മധു ചൊല്ലു കൂടാതെ ജലമതോ മുക്കേ. ധർമ്മജ തിരുമുമ്പിൽ കൊണ്ടു ചെല്ലുന്നേ. കൂടാതെ ജലമധു ധർമ്മജൻ തിരുമുമ്പിൽ കൊണ്ടു അങ്ങനെ ധർമ്മജോ തിരുമുമ്പിൽ കൊണ്ടു ചെല്ലുന്നേ. തെളിവിച്ചു പാണ്ഡവന്മാർ ജലം കുടിപ്പാനുമാ കൊണ്ടു തെളിവിച്ചു പാണ്ഡവന്മാർ ജലം അങ്ങനെ തെളിവിച്ചു പാണ്ഡവന്മാർ ജലം കുടിപ്പാനോ അന്താരം പട്ടി വന്നു ചൊല്ലുന്നേ. തെളിവിച്ചു പാണ്ഡവന്മാർ ജലം അന്താരം പക്ഷി വന്നു അങ്ങനെ അന്താരം പട്ടി
വന്നു ചൊല്ലുന്നേ മുകുടിക്കല്ലേ ധർമ്മ വിഷമാണ് ജലം അന്താഹാരം എന്നെ പക്ഷി പോലെ വന്നു അങ്ങനെ ചൊല്ലുന്നേ പോലെ കുടിക്കല്ലേ ഭീമ വിഷമാണ് പോലെ കുടിക്കല്ലേ ധർമ്മ വിഷമാണ് ജലം ചൊല്ലു കൂടാതെ ജലം കൂടി പവിരോ അങ്ങനെ പാടെ ചൊല്ലോ കൂടാതെ ജലം കൂടി പവിരും ജലം കൂടി പവിരും മയങ്ങി വീഴുന്നേ ഇന്നു മേഘം പറഞ്ഞു അന്നേരം ഇവിടെ എങ്ങാനും ജലമതുണ്ടെങ്കിൽ ഇത്തൈതാ തറികടന്ന് ഉള്ളത്തു. ഈ സന്ദർഭം ഭീമൻ കുന്തിയും മക്കളും കൂടിയിട്ട് അവരുടെ വീട്ടിലേക്ക് കാട്ടുകൂടെയാണ് പോണ്. അപ്പോൾ ഗാന്ധാരി പറയാണ് വിഷം കലക്കണം, മക്കളെയൊക്കെ കൊല്ലണം, ഇവരെന്നെ അവർക്ക് ശത്രുക്കളാണ്. അപ്പോൾ ഈ 5 മക്കളേനെയും അനിയത്തിനെയും കൊല്ലാൻ വേണ്ടി എടുത്ത് ഭൂതഗണങ്ങളെയൊക്കെ വിട്ടിട്ട് ചോലയിൽ വിഷം കലക്കുന്ന ഒരു മഹാഭാരതത്തിലെ ഒരു പദ്യമാണ്. അത് കാരണന്മാർ പാടി നടന്നാർന്ന പാട്ടാണ്. ഇപ്പോൾ എൻ്റെ അച്ഛനും മുത്തച്ഛൻ എൻ്റെ അച്ഛൻ്റെ ഒപ്പം ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലുള്ള പാരമ്പര്യ പാട്ടുകളാണ് ഇത്. അപ്പോൾ മഹാഭാരതത്തിലെ ഒരു ഏടാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അന്ന് അവർ കേട്ട് പഠിച്ചതാവും, അല്ലാതെ വായിക്കാൻ അന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് പാടില്ല. അപ്പോൾ കേട്ട് പഠിച്ച തമ്പ്രാക്കന്മാർ പറയണ കേട്ട് പഠിച്ചിട്ടുള്ള ആ പാട്ടാണ് അവർ അന്ന് പാടിയിട്ടുണ്ടാവുക. അന്ന് എഴുതാനും വായിക്കാനും സ്കൂളിൽ പോകാനൊന്നും പറ്റില്ല, അത്ര പഴക്കമുള്ള പാട്ടാത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അത് അച്ഛൻ്റെ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ ഞാൻ പറയണു എൻ്റെ അച്ഛൻ്റെ എനിക്ക് കിട്ടി, അച്ഛൻ്റെ കിട്ടി. ഇപ്പോൾ ഇവന് ആ അച്ഛൻ്റെ എൻ്റെ മാനാത്. അപ്പോൾ കല എത്ര മറിയണമെന്ന് നോക്കണം.